Okay, so കഴിഞ്ഞ ക്ലാസ്സിൽ we had discussed the properties of self-adjoint operators. Okay, self-adjoint operator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you are taking a bounded linear operator from h to h. Okay, so അത് self-adjoint എന്ന് പറയണമെങ്കിൽ should have inner product of txy should be equal to x ty for all x comma y in h. So ഇതിനാണ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ. അത് ബൗണ്ടഡ് ആണെങ്കിൽ ബൗണ്ടഡ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ആൻഡ് വി ഹാവ് സീൻ ദാറ്റ് ബൗണ്ടഡ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സിന്റെ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയൽ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ആൻഡ് ഓൾസോ വി ഹാഡ് സം അതർ ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ് ടി ഓഫ് എക്സ് എക്സ് വാസ് ഓൾസോ എ റിയൽ നമ്പർ. ഇങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. So now we'll discuss some more further properties. So already നമുക്കറിയാം ഇതിന്റെ സ്പെക്ട്രം ഇപ്പോൾ കിടക്കുന്ന റിയൽ ലൈനിലാണെന്ന് അറിയാം. So I'll again prove a bound for this spectrum. I will show that it is actually lying between two numbers, small m and capital M. Okay, lying between എന്ന് പറഞ്ഞാൽ എല്ലാം ആണെന്ന് ഞാൻ പറയുന്നില്ല. So, but it lies in this interval. It will be a subset of this interval എന്നാണ്. So I will show that sigma t is actually a subset of this interval എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. And what is the small m? Small m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's very simple. You take the infimum of all t xx where your norm x is equal to 1. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ സുപ്രീമം ഓഫ് ഓൾ norm x equal to 1 txx. So this is how you define the small m and capital M. So ഇവിടെ ഈ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവണമെന്നില്ല, നെഗറ്റീവ് ആവാം കേട്ടോ. ഈ സാധനം ബേസിക്കലി ഇതിപ്പോൾ -10 ആവാം, ഇതിപ്പോൾ ഒരു -5 ആവാം. സോ -10നും -5 നടക്കും. പോസിറ്റീവ് ആവണം നിർബന്ധമൊന്നുമില്ല. സോ ദിസ് ഇസ് ദ ഐഡിയ. ഓക്കെ, സോ ഐ വിൽ ഷോ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ദീസ് ടു. സോ ഇത് രണ്ട് വഴി ചെയ്യാം. ഒരു വഴി ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എമ്മിനേക്കാൾ വലിയൊരു നമ്പർ എടുക്കുക. അപ്പോൾ ഈ ലാംഡ എന്ന് പറഞ്ഞാൽ എമ്മിനേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ ഐ വിൽ ഷോ ദാറ്റ് ലാംഡ ലൈസ് ഇൻ ദ റിസോൾവൻറ്റ് സെറ്റ്. അല്ലെങ്കിൽ ഐ വിൽ ടേക്ക് ലാംഡ ഈസ് ലെസ് ദാൻ സ്മോൾ എം ആൻഡ് ഐ വിൽ ഷോ ദാറ്റ് ഇറ്റ് ഈസ് ലൈസ് ഇൻ ദ റിസോൾവൻറ്റ് സെറ്റ്. അതിനോട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ് പഠിച്ച പ്രോപ്പർട്ടിയാണ്. അത് നോം ഓഫ് ടി ലാംഡ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സം സി ഇൻറ്റു നോം എക്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ്, എക്സ് എലമെന്റ് ഓഫ് എച്ച് ആൻഡ് ഓൾസോ സി എലമെന്റ് ഓഫ് which is c greater than 0 ആണെങ്കിൽ you had this lambda element of this. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്പെക്ട്രം റിയൽ ആണെന്നുള്ളത് നമ്മൾ അറൈവ് ചെയ്തത് കൺക്ലൂഷൻ. Okay, so I'll be using the same result to prove this here. Okay, so what will we do? You take this നിങ്ങൾ m capital M ഇവന്മാർക്കിടയിൽ ഇതാണ്. So I'll take some lambda here. So I'll let lambda is equal to some capital M plus c where your c is greater. ഞാൻ ഒരു സൈഡ് മാത്രമേ പ്രൂവ് ചെയ്യുന്നുള്ളൂ, അത് മാത്രം മതി. മറ്റേത് സിമിലർ ആയിട്ടുള്ള പ്രൂഫാണ്. So you consider this here, your lambda is equal to m plus c or c is greater than 0. Okay, so next what I'll do is that you take some x in h which is not equal to 0. And ഞാൻ ഈ ഒരു ഡെഫിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഐ എം ഗോയിങ് ടു നോർമലൈസ് ദിസ് എക്സ്. ഐ കോൾ യുവർ എക്സ് ബൈ നോം എക്സ്. ഇപ്പോൾ നോം 1 ആവും, ഇത് എടുക്കുമ്പോൾ നോം 1 ആവും. അതിനെ ഞാൻ വി എന്ന് വിളിക്കാൻ വിചാരിക്കുക. സോ വാട്ട് ഈസ് യുവർ ടി എക്സ് എക്സ് ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി യു ക്യാൻ കോൾ എക്സിനെ ഇപ്പോൾ നമുക്ക് നോം എക്സ് ഇൻറ്റു വി എന്ന് കൊടുക്കാം. സോ ദിസ് വിൽ ബിക്കം ഇത് വരും ടി ഇൻറ്റു നോം എക്സ്, ടി ഓഫ് നോം എക്സ് ഇൻറ്റു വി കോമ നോം എക്സ് ഇൻറ്റു വി. Now this norm x scalar ആണ്, t linear ആണ്, inner product linearity ആണ്. So using that property you can take this norm x രണ്ട് സൈഡിൽ നിന്ന് പുറത്തേക്ക് norm x square പുറത്ത് വരും. You have t v. Now this വിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ norm of v is equal to 1 ആണ്. സോ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതുങ്ങളുടെ എല്ലാം സുപ്രീമം ആണ്. സോ ദാറ്റ് ഈസ് എനിവേ ലെസ് ആർ ഈക്വൽ ടു m ഇൻറ്റു norm of x square. Okay, so you have ഏത് ടി എക്സ് എക്സ് എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ഈസ് ലെസ് ആർ ഈക്വൽ ടു m ഇൻറ്റു norm of x square. So if you multiply both sides by the negative, you have minus t of x x less than or equal to greater or equal to minus m into norm x square. ഈ ഒരു പ്രോപ്പർട്ടി വരെ നമുക്ക് തൽക്കാലം ഉണ്ട്. Okay, so with this we'll start now. So like you consider, so എനിക്ക് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് we have to show that t lambda x norm of t lambda x greater or equal to c into norm x എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. Okay, so let us try this thing. So let us try t lambda x inner product എടുക്കുക. Okay, so this is actually in modulus എടുത്തു കഴിഞ്ഞാൽ Cauchy Schwarz inequality that's always will be less than or equal to norm of t lambda x into norm x. Okay, so ഇതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ടി ലാംഡ എക്സ് എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മൈനസ് ടി ലാംഡ എക്സ് എക്സ് ആയിരിക്കാം. എന്തായാലും രണ്ടിൻ്റെയും ദിസ് മോഡുലസ് വിൽ ഓൾവേസ് ബി ലെസ് ഓർ ഈക്വൽ ടു നോം ഓഫ് ടി ലാംഡ എക്സ് ഇൻറ്റു നോം എക്സ് ആയിരിക്കും. ഓക്കെ, നൗ ഐ എം particularly going to take minus t lambda x, going to take minus t lambda x x. Okay, so that is actually എന്തൊരു മൈനസ് ടി ലാംഡ എക്സ് എക്സ് എന്ന് പറയുമ്പം മൈനസ് ടി മൈനസ് ലാംഡ ഡെഫിനേഷൻ കൊടുക്കും ലാംഡ ഐ ഇൻറ്റു എക്സ് എക്സ്
that is actually minus txx, okay, plus lambda xx വരും. Okay, so differentiation. So minus txx എന്ന് പറഞ്ഞാൽ that is actually നമ്മളിപ്പോൾ ഒരു ബൗണ്ട് ഇവിടെ ഓൾറെഡി കൊണ്ടുവന്നിരുന്നു. That is actually greater or equal to minus m into norm x square, and that is plus lambda into norm x square. That is minus m plus lambda into norm x square വരും. അതായത് മൈനസ് എം പ്ലസ് ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് സി ആണ്. സോ ദാറ്റ് ഇസ് സി ഇൻറ്റു നോം എക്സ് സ്ക്വയർ. Okay, so you have got that minus t lambda x, x is greater or equal to c into norm x square, but this is again less or equal to t lambda x into norm x ആണ്. So that means t lambda x into norm x is greater or equal to c into norm x square എന്ന് കിട്ടും. So if you cancel out this norm x, because x is not equal to 0, you have norm of t lambda x is greater or equal to c into norm x. This x is arbitrary. So this shows that നമ്മുടെ ആ റിസോൾവൻറ്റ് സെറ്റിൻ്റെ ഡിഫൈൻഡ് ലൈഫ് കണ്ടീഷൻ ഉണ്ടല്ലോ, this shows that your lambda belongs to the റിസോൾവൻറ്റ് സെറ്റ്. ലാംഡയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര ഉണ്ടാണ്, ജസ്റ്റ് എം പ്ലസ് എമ്മിനേക്കാൾ വലിയൊരു നമ്പർ ആണെന്നുള്ള പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നു. സോ ദാറ്റ് മീൻസ് യുവർ സ്പെക്ട്രം ഷുഡ് ബി ലൈങ് ഇൻ ദ ഇൻസൈഡ് ദിസ് ക്യാപിറ്റൽ എം. യൂസിങ് ദ സെയിം ആർഗ്യുമെന്റ് യു ക്യാൻ നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ലാംഡ നമുക്ക് എം മൈനസ് സി ആണെങ്കിൽ നമുക്ക് ഈ ഇതേ ആർഗ്യുമെന്റ് യൂസ് ചെയ്യാം. ഇവിടെ ഇതിന് പകരം നമ്മൾ പ്ലസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് സിമിലർ പ്രൂഫ് തന്നെയാണ്. യു ക്യാൻ ഓൾസോ ഷോ ദാറ്റ് ദിസ് ലാംഡ വിൽ ബി ലെസ് ആർ ഈക്വൽ ടു small m ആയിരിക്കും if it is a spectral value. So that means the spectrum of the self-adjoint operator ആക്ച്വലി നമുക്ക് എം ക്യാപിറ്റൽ എമ്മിൽ റിയൽ എന്ന് മാത്രമല്ല ഈ ഒരു ഇൻ്റർവെലിനകത്താണ് കിടക്കുന്നുള്ളതും കൂടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇസ് ദ പ്രൂഫ് ഓഫ് ദിസ് റിസൾട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് വൺ മോർ ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ആണ്. അതായത് നമ്മുടെ ഈ ഇതേ സെറ്റിംഗ്സിൽ, അതായത് ബൗണ്ടഡ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ഫ്രം എച്ച് ടു എച്ച് ടി. ഓക്കെ, സോ നെക്സ്റ്റ് ഐ വിൽ ഷോ ദാറ്റ് ദിസ് നോം ഓഫ് ടി ഈസ് ആക്ച്വലി ഈക്വൽ ടു നിങ്ങളുടെ maximum of your modem capital M. നമ്മൾ തൊട്ടുമുമ്പത്തെ പ്രൂഫിലുള്ള അതേ സാധനം തന്നെ, where it is defined as supremum of norm x equal to 1 tx xന്റെ മോഡുലസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ സ്മോൾ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം ഇറ്റ് ഈസ് ആക്ച്വലി സുപ്രീമം ഓഫ് നോം എക്സ് ഇസ് ഈക്വൽ ടു 1 tx x, and your small m is same തന്നെ infimum of norm x equal to 1 txx. ഓക്കെ, സോ ഇത് രണ്ട് നെഗറ്റീവ് ആയി കഴിയുകയാണെങ്കിൽ മോഡൽസ് എടുക്കുമ്പോൾ ഇതായിരിക്കും വലുത്, ഈ സ്മോളം ആയിരിക്കും വലുതാവുക. സോ അത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടി ഐ എം ഗോയിങ് ടു ടേക്ക് ദ മോഡുലസ്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ, അതൊരു ഡയറക്ട്ലി ഡെഫിനിഷൻ ആവും. ഐ വിൽ ഷോ ദാറ്റ് നോം ടി ഈസ് ആക്ച്വലി ഈക്വൽ ടു ദിസ്. ഓക്കെ, സോ വൺ സൈഡ് വളരെ എളുപ്പമാണ്. സപ്പോസ് യു ടേക്ക് സുപ്രീമം ഓഫ് നോം എക്സ് ഈസ് ഈക്വൽ ടു 1 മോഡുലസ് ഓഫ് tx x എടുക്കുകയാണെന്ന് വിചാരിക്കുക. യു അപ്ലൈ ദ കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി, ദാറ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ലെസ് ആർ ഈക്വൽ ടു സുപ്രീമം ഓഫ് നോം എക്സ് ഈസ് ഈക്വൽ ടു 1 norm of tx into norm x വരും. That is actually supremum of norm x equal to 1 norm of tx വരും. That is actually your norm of t. One side. Okay. ഇനി തിരിച്ച് നമുക്ക് ഇപ്പോൾ you have got that this thing is, so ഞാൻ k എന്ന് വിളിക്കുന്നത്, you have got that k is less than equal to norm of t എന്ന് കാണിക്കണം. Now I have to show that norm of t is greater or equal to k. ഇതാണ് എനിക്കടുത്ത് കാണിക്കേണ്ടത്. ഓക്കെ, സോ ഇറ്റ്സ് ബിറ്റ് ടഫാണ്. ടഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് കമ്പ്യൂട്ടേഷണലി കുറച്ച് ഹെവിയാണ്. സം കമ്പ്യൂട്ടേഷൻസ് ഉണ്ടാവും, കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും, ബട്ട് ലെറ്റ് us try to understand. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് സപ്പോസ് നിങ്ങൾക്ക് എല്ലാ ഇസഡിനും ഫോർ യുവർ നോം ഇസഡ് ഈസ് ഈക്വൽ ടു 1, സപ്പോസ് യുവർ ടി ഓഫ് ഇസഡ് 0 എന്ന് വിചാരിക്കുക, ദെൻ ട്രിവിയലി യുവർ നോം യു ഹാവ് ഷോൺ ദാറ്റ് k is less than equal to norm t എന്ന് കാണിച്ചു. I have to show that നോം ടി ഈസ് ലെസ് ആർ ഈക്വൽ ടു കെ എന്നുള്ളത് തിരിച്ചുള്ളത് കൂടെ കാണിക്കും, എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാ ഇസഡും യുവർ ടി ഓഫ് ഇസഡ് 0 എന്ന് വിചാരിച്ചത്, ദാറ്റ് മീൻസ് ട്രിവിയലി യുവർ നോം ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 0 വരും. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി കെ ഈസ് പോസിറ്റീവ് ആയിരിക്കും, കാര്യം മോഡുലസ് ഓഫ് ടി എക്സ് എക്സിൻ്റെ supremum ആണ് k. So that means obviously this result will hold. Okay, so their x, so suppose if their x is some z such that norm of z is equal to 1 and t is not equal to 0, so I'll show that this will happen. അപ്പോൾ അവന്മാർക്ക് വേണ്ടി ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിക്കാൻ പോകണം. സോ എല്ലാ എസഡിനും ഇതുപോലെ ട്രൂ ആണെന്ന് കാണിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോം ടി ഇഫ് യു ടേക്ക് ദ ഓവർ സുപ്രീമം ദിസ് വിൽ ഹാപ്പൻ, ദിസ് വിൽ ബി ട്രൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് യു കൺസിഡർ സം z which is equal to 1 and your norm t, your tz is not equal to 0. ഓക്കെ, അങ്ങനെ z ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടിയുടെ നോം 0 ആയിരിക്കും, ഇത് ട്രൂ ആയിരിക്കും. സോ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇസഡുകൾ ഉണ്ടാവാം. സോ അങ്ങനെ ഒരു ഇസഡ് എടുക്കുക. ഓക്കെ, സോ സച്ച് ദാറ്റ് നോം ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് ടി ഓഫ് ഇസഡ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെയുള്ളതെന്ന് വിചാരിക്കുക. ആൻഡ് യൂസിങ് ദിസ് ഇസഡ് ഐ എം ഗോയിങ് ടു ഡിഫൈൻ 2 ന്യൂ വേരിയബിൾസ് കോൾഡ് v and w.
ഈ വി എന്ന് പറഞ്ഞാൽ ഇസഡ് നോർമലൈസ് ചെയ്തതാണ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ടി ഇസഡ് നോർമലൈസ് ചെയ്തതാണ്. ഇപ്പം എങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നുള്ളത് വെൻ യു ഡു ദ ഇന്നർ പ്രൊഡക്റ്റ് വിൽ അണ്ടർസ്റ്റാൻഡ്. ബട്ട് സംഭവം ഇത്രേ ഉള്ളൂ. ഐ എം ഗോയിങ് ടു ഡിഫൈൻ നമ്മൾ നോർമലൈസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇസഡിനെ അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യും, ടി ഇസഡിനെ അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഇസഡിനെ ഞാൻ ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ ബൈ നോം ഓഫ് ടി ഇസഡ് റേസ് ടു ഹാഫ്, ആൻഡ് ടി ഇസഡ് ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ ബൈ norm of t is raised to minus half. So this is some sort of normalization ആണ്. സോ ഇങ്ങനെ ചെയ്യുന്നതിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ടേക്ക് യുവർ നോം ഓഫ് വി, എന്തൊരു നോം വി എടുത്ത് കഴിയുമ്പോൾ എന്തൊരു നോം ഇസഡ് വരും, നോം ഇസഡ് 1 ആണ്, നോം ടി ഇസഡ് റൈസ് ടു ഹാഫ് വരും. സോ ഇഫ് യു ടേക്ക് നോം വി സ്ക്വയർ എടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി നോം ഓഫ് ഇസഡ് സ്ക്വയർ നോം ടി ഇസഡ് റൈസ് ടു ഹാഫ് വരും. സോ ദാറ്റ് ഇസ് ആക്ച്വലി നോം ടി ഇസഡ് വരും. ബിക്കോസ് when it raises to power 2 എന്ന് പറയുമ്പോൾ നോം ടി ഇസഡ് വരും. അപ്പുറത്തോ this will be when you take norm of w you will have norm of t z വരും, norm of t z raised to minus half കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ norm of t z raised to half വരും, സ്ക്വയർ ചെയ്യുമ്പോൾ you will have again norm of t. സോ ഈ രണ്ട് സാധനങ്ങൾക്കും ഒരേ നോം ആണുള്ളത്. സോ ഇതങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ I'll define again two more variables. y1 is equal to v plus w, y2 is equal to v minus w. സോ ഇങ്ങനെയാണ് രണ്ട് വേരിയബിൾസിനും കൂടി ഞാൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഇതെല്ലാം ഇത്രയും ആണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. ഈ ഇത്രയും കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഗെറ്റ് ദാറ്റ് ദിസ് റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ വിൽ ഡു സം കമ്പ്യൂട്ടേഷൻസ് നൗ. ലെറ്റ് us try what is your t of y1 sorry t of y1 comma y1 inner product minus t of y2 comma y2 in the inner product. What is this? Let us try to evaluate this. Now this is actually, you apply the definition, that is t of y1 എന്ന് പറഞ്ഞാൽ t of v plus w comma v plus w and inner product t of v minus w inner product. ജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ടേഷൻ മാത്രം നിങ്ങൾ എന്നോട് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. സിമ്പിൾ കമ്പ്യൂട്ടേഷൻസ് ആണ്. സോ എന്തൊരു ടി വി വി വരും, പിന്നെ എന്തൊരു ടി വി ഡബ്ല്യു വരും അല്ലേ, പ്ലസ് ടി ഡബ്ല്യു വി വരും, പ്ലസ് ടി ഡബ്ല്യു ഡബ്ല്യു വരും. ഇതാണ് ഒരു സൈഡിൽ നിന്ന് വരുന്നത്. താഴെയുള്ളതിനോ മൈനസ് ആണ് കേട്ടോ. മൈനസ് എന്തൊരു ടി വി വി ഉണ്ട്, പിന്നെയോ പിന്നെന്താ പറയുക പ്ലസ് ടി വി ഡബ്ല്യു വരും, പ്ലസ് ടി ഡബ്ല്യു വി വരും, പിന്നെയോ മൈനസ് ടി ഡബ്ല്യു ഡബ്ല്യു വരും. ഓക്കെ, സോ ദീസ് തിങ്സ് ഒരേപോലുള്ളതൊക്കെ കട്ടായി പോവും. സോ യു വിൽ ഹാവ് 2 times ടി വി ഡബ്ല്യു plus TWV. Okay. Now you apply the definitions of V and W. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It was defined as, how did you define V? V was defined as ഇത്, W was defined as ഇത്. Apply those things here. Simple computations ആണ്. So it will be 2 times T. V എന്ന് പറഞ്ഞാൽ it is Z into norm of TZ raised to half. W എന്ന് പറഞ്ഞാൽ TZ into norm of TZ raised to minus half. അതൊരെണ്ണം. അപ്പുറത്തോ പ്ലസ് ടി ഓഫ് ടി ഇസഡ് ഇൻറ്റു നോം ഓഫ് ടി ഇസഡ് റേസ് ടു മൈനസ് ഹാഫ്, അപ്പുറത്ത് ഇസഡ് ഇൻറ്റു നോം ഓഫ് ടി ഇസഡ് റേസ് ടു ഹാഫ്. ഓക്കെ, സീംസ് ടു ബി വെരി കോംപ്ലിക്കേറ്റഡ് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ട്രൈ. ഓക്കെ, ഇനി ഇതൊക്കെ ടി ഇസഡ് റേസ് ടു ഹാഫ്, നോം ഓഫ് ടി ഇസഡ് റേസ് ടു ഹാഫ് മൈനസ് ഹാഫ് ആണെങ്കിൽ ഇതൊക്കെ സ്കെയിലേഴ്സ് യു കൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ അത് ഈ ഫസ്റ്റ് ടേമിൽ നോം ടി ഇസഡ് റേസ് ടു ഹാഫ് പുറത്തേക്ക് എടുത്താൽ ഇപ്പുറത്തും ടി മോൺ ഓഫ് ടി ഇസഡ് റേസ് ടു മൈനസ് ഹാഫ് വരും. ഇൻ എഫക്ട് ക്യാൻസൽ ഔട്ട് ആയി പോകും. സോ വിൽ ബി ഗെറ്റിംഗ് ഹിയർ 2 ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ടി ഇസഡ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ടേമിൽ. അതുപോലെ ഇപ്പുറത്തും ഇവിടെ നമുക്ക് നോം ഓഫ് ടി ഇസഡ് റേസ് ടു മൈനസ് ഹാഫ് പുറത്തേക്ക് എടുക്കാം, ടി ഇസഡ് റേസ് ടു ഹാഫ് പിന്നെയും പുറത്തേക്ക് എടുക്കാം. സെക്കൻഡ് വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഔട്ട്. സോ വിൽ ഹാവ് ടി ഓഫ് ടി ഇസഡ്. സോ ടി ഓഫ് ടി ഇസഡ്, അതായത് ടി സ്ക്വയർ ഇസഡ് ഉണ്ടാവും, പിന്നെ ഇസഡ് ഉണ്ടാവും. ഓക്കെ, ബട്ട് ടി സെൽഫ് അഡ്ജോയിൻ, സോ ദാറ്റ് ഇസ് ആക്ച്വലി ടി ഓഫ് ടി ഇസഡ് എന്ന് പറഞ്ഞാൽ ടി ഇസഡ് തന്നെയാണ്. സോ വിൽ ഹാവ് 2 times ടി ഇസഡ്. So that is actually equal to 4 into actually you can write it as t z ആണ്. So that is actually 4 into norm of t z square. So you will have ഇപ്പം എന്താ കിട്ടിയ നമുക്ക് t of y1 minus t of y2 എടുത്തു കഴിഞ്ഞാൽ you have got 4 into norm of t z square. ഇത്രയും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് വേറെ രീതിയിൽ കൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടി ഞാൻ ആദ്യം എന്താണ് ടി ഓഫ് വൈ വൈ ഒരു നോൺ സീറോ എലമെന്റ് ഓഫ് എച്ച് ആണെന്ന് വിചാരിക്കുക, വൈ നോട്ടിക്കൽ സീറോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ജനറൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വൈ ഉണ്ട്. സോ വൈ നോൺ സീറോ ആണെങ്കിൽ ഐ വിൽ മേക്ക് ഇറ്റ് അഗെയിൻ. ഞാനിവിടെ ചെയ്യാമ്പോൾ നമ്മുടെ മറ്റേ സുപ്രീം പരിപാടിയിലേക്ക് കൊണ്ടുവരുന്ന വൈനെ നോർമലൈസ് ചെയ്യണം. സോ സപ്പോസ് ഐ കോൾ എക്സ് ആസ് യുവർ വൈ ബൈ നോം വൈ. ഓക്കെ, സോ വാട്ട് വിൽ യു ഹാവ്? ദിസ് വിൽ ബി സിംപ്ലി ടി ഇൻറ്റു നോം വൈ ഇൻറ്റു എക്സ്. വൈനെ നമുക്കപ്പം എന്ന് വിളിക്കാം
നോം വൈ ഇൻറ്റു എക്സ് എന്ന് വിളിക്കാം. സോ ടി നോം വൈ ഇൻറ്റു എക്സ് കോമ നോം വൈ ഇൻറ്റു എക്സ് വരും, ഇന്നർ പ്രോഡക്റ്റ് വരും. സോ ദാറ്റ് ഈസ് നോം വൈ പുറത്തേക്ക് എടുത്താൽ നോം വൈ സ്ക്വയർ ഇൻറ്റു ടി എക്സ് എക്സ്, നോം വൈ സ്ക്വയർ ഇൻറ്റു ടി എക്സ് എക്സ് വരും. Now if you take supremum of all norm x is overall norm x is equal to 1 എടുക്കുവാണെങ്കിൽ what will happen? This will like always be less or equal to your k into norm of y square ആണ്. അപ്പോൾ k എന്ന് പറഞ്ഞാൽ എന്താണ്? k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തപോലെ supremum of norm x is equal to 1 even modulus of txx. Okay, so this will, so you have ty by anyway will be less or equal to k into norm y square. Okay, so using that property, now you look at this. So I will take modulus of ty1 y1 minus ty2 y2. So again by triangle inequality, this is less or equal to modulus of ty1 y1 plus ty2 y2 modulus. Now using this property, this is less or equal to k into norm of y1 square plus k into norm of y2 square. So I can take k outside. Norm k into norm of y1 square plus y2 square. Plus y1 y1 is v plus w. So that is actually is equal to k into v plus w, inner product v plus w on again v minus w, inner product v minus w, and you expand as before. But ഇപ്പോൾ വി വി ഉണ്ടാവും, വി ഡബ്ല്യു ഉണ്ടാവും, ഡബ്ല്യു വി ഉണ്ടാവും, ഡബ്ല്യു ഡബ്ല്യു ഉണ്ടാവും, അഗെയിൻ വി വി ഉണ്ടാവും, മൈനസ് വി ഡബ്ല്യു ഉണ്ടാവും, മൈനസ് ഡബ്ല്യു വി ഉണ്ടാവും. സോ മൈനസ് വി ഡബ്ല്യു മൈനസ് ഡബ്ല്യു എല്ലാം വെട്ടിപ്പോവും. സോ വിൽ ഹാവ് ടു ഹാവ് 2k into vv വരും. So that is actually if you expand v to norm v square plus norm w square വരും. Okay, now both of them is actually equal to 2k into norm of tz. Okay, so this is another bound. So that in particular you have got that. സോ ഇത്രയും കിട്ടിയിട്ടുണ്ട്. സോ പക്ഷേ ഓൾറെഡി നമുക്കതറിയാം ദിസ് ക്വാണ്ടിറ്റി ഈസ് ആക്ച്വലി ഈക്വൽ ടു 4 നോം ടി സെറ്റ് സ്ക്വയർ ആണ്. സോ ദിസ് വിൽ എനിവേ ബി, ഈ മൊത്തം ക്വാണ്ടിറ്റി വിൽ ഓൾവേ ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 4 ഇൻറ്റു, സോ ഇവിടെ നോം ടി സെറ്റ് 4 വരും അല്ലേ. സോ 4 ഇൻറ്റു നോം ടി സെറ്റ് സ്ക്വയർ, കാര്യം ദിസ് ഇസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി മോഡുലസ് എടുത്തിട്ടില്ലേ. സോ ദാറ്റ് ഇസ് ലെസ് ഓർ ഈക്വൽ ടു 4k ഇൻറ്റു norm of tz. Now norm of tz is less than or equal to, not equal to 0. So that means you have norm of tz is less than or equal to k. Okay, now z is arbitrary. So if you take when norm z is equal to 1, you take the supremum of all norm to z less or equal to 1. So this is true for all z. It's arbitrary. If you apply the supremum also, this will be holding. That means your norm t is less than or equal to k. Okay, so that is what you need. So ഈ സൈഡും കൂടെ ശരിയായിട്ട് പോകുന്നു. സോ ദാറ്റ് മീൻസ് ബോത്ത് ഓഫ് ദം ആർ അഗ്രി. ഓക്കെ, സോ അതായിരുന്നു അതിൻ്റെ പ്രൂഫ്. ഇനി രണ്ട് തിയറംസും കൂടെ ഉണ്ട്. ഐ വിൽ പ്രൂവ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.